വി അൻവറിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പിണറായിസത്തിനും സതീശനിസവും തമ്മിലുള്ള ഒരു മത്സരം. ഈ എം സ്വരാജിനെ അവിടെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം പിണറായി വിജയൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ വി അൻവർ പറയാതെ പറയുന്നത്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അവിടെ വർഗീയതയൊന്നും ഒരിക്കലും പറഞ്ഞ് വോട്ട് നേടാൻ സാധിക്കുന്ന ഒരു സ്ഥലമല്ല നിലമ്പൂർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ വിജയത്തിന് വേണ്ടിയിട്ട് ഇരു മുന്നണികളും എന്തും ചെയ്യും. വി അൻവർ ഇല്ല എങ്കിലും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്നുള്ള ഇത്രയൊരു അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിന് കാരണം അതാണ് എന്നാണ് വി അൻവർ ആരോപിക്കുന്നത്. നമ്മൾ പറയുന്നത്. നമസ്കാരം, വൈറ്റ്സ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ആർക്ക് തന്നെയായാലും, അതിപ്പോ ആര്യാടൻ ഷൗക്കത്തിനായാലും അതുപോലെ എം സ്വരാജിനായാലും, ഇത് അവരുടെ വിജയം എന്ന് മാത്രമല്ല, ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന വി സതീശനോ ഉള്ള മറുപടി ആയിരിക്കും എന്നാണ് അവര് പറയുന്നതും ഒട്ടുമിക്ക ആളുകളും കരുതുന്നതും. എന്തായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം? കാരണം ഈ വി അൻവർ പറയുന്നത് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം ആണ് എന്നാണ്. ഇപ്പോൾ വി അൻവറിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പിണറായിസത്തിനും സതീശനിസവും തമ്മിലുള്ള ഒരു മത്സരം. അപ്പോൾ പിണറായിസം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഏകാധിപത്യത്തിനാണ്, അല്ലെങ്കിൽ ഒരാൾ മാത്രം തീരുമാനിക്കുന്നു എന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ പിണറായിസം എന്ന് വിളിച്ചിരുന്നത്. സതീശനിസം എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം കൃത്യമായ നിലപാടുകൾ പറയുന്ന ആളാണ്. പക്ഷേ വി അൻവറൊക്കെ പറയുന്നത് ഈ പിണറായി വിജയനുമായിട്ട് ഒരു അന്തർധാരയുള്ള ആളാണ് വി സതീശൻ എന്നാണ്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എം സ്വരാജിനെ അവിടെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം പിണറായി വിജയൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ വി അൻവർ പറയാതെ പറയുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത്, ആര്യാടൻ ഷൗക്കത്തിനെ എങ്ങനെയും വിജയിപ്പിച്ച് കരയ്ക്ക് കയറ്റിക്കോളാം, വി അൻവർ ഇല്ലാതെ വി അൻവറിനെ രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ ചെയ്ത് കളയണം എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെയാണ് വി അൻവർ പറയുന്നത്. വി അൻവർ പറയുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതൊക്കെയാലും സതീശനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ഇനിയിവിടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരു CPM കാരൻ്റെ ആംഗിളിൽ നിന്ന് പറയുകയാണെങ്കിൽ സതീശനിസം എന്ന് പറയുന്നത് ഏകാധിപത്യം എന്നേ അവർ പറയത്തുള്ളൂ. പക്ഷേ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ സതീശനിസം എന്ന് പറയുന്നത് കൃത്യതയോടെയുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഉറച്ച നിലപാടുകളാണ്, അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ കൃത്യതയാണ്. മറിച്ച് പിണറായിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോൺഗ്രസ്സുകാരൻ്റെ ആംഗിളിൽ നോക്കുമ്പോഴത്തേക്ക് അതൊരു ഏകാധിപത്യമാണ്. എന്നാൽ CPM കാരൻ്റെ ഒരു ആംഗിളിൽ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ നേരത്തെ സതീശനിസത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സുകാരനുണ്ടാവുന്ന അതേ ആംഗിളാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭരിക്കുന്ന സർക്കാരിന് എതിരെയുള്ള ഒരു ജനവിധി കൂടിയായിരിക്കും നിലമ്പൂർ വരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അവിടെ പിണറായിസവും സതീശനിസവും ഒന്നുമില്ല, അവിടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. കാരണം നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തുള്ള പ്രശ്നങ്ങളാണ് ഈ നിലമ്പൂരിലുള്ളത്. അവിടെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് വന്യജീവികളുടെ ആക്രമണം, അതോടൊപ്പം തന്നെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് ചെറുകിട കർഷകർ 50 സെൻറ്റ് 1 ഏക്കർ 2 ഏക്കറൊക്കെയുള്ള സാധാരണ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ കാർഷിക വിളകൾ ഒരു പാകം എത്തുമ്പോഴത്തേക്കും വന്യജീവികൾ വന്ന് ആക്രമിച്ചിട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് ആനയായിക്കൊള്ളട്ടെ, പുലി ആയിക്കൊള്ളട്ടെ, പുലികൾ വന്നിട്ട് വളർത്തുമൃഗങ്ങളെയൊക്കെ പിടിച്ചു തിന്നുന്ന ഒരവസ്ഥയുണ്ട്, കാട്ടാന ഇറങ്ങുന്ന അവസ്ഥയുണ്ട്, അതോടൊപ്പം തന്നെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്, കാട്ടുപന്നികളുടെ ശല്യമുണ്ട്. ഇങ്ങനെ കർഷകർ വലയുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് അവിടുത്തെ വിദ്യാലയങ്ങളുടെ അവസ്ഥ, അവിടെ പുതിയതായിട്ട് കോളേജുകളൊന്നും വരാത്ത ചില അവസ്ഥകൾ, അവിടുത്തെ ഒരു വികസന മുരടിപ്പ്. എന്നാൽ വി അൻവർ കഴിഞ്ഞ 9 വർഷമായിട്ട് നടപ്പിലാക്കി എന്ന് പറയുന്ന വികസനങ്ങൾ, ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടും, തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതുകൂടാതെ സ്ഥാനാർത്ഥികളെയും കൂടി പരിഗണിക്കും. സ്ഥാനാർത്ഥികളെ കൂടെ പരിഗണിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്, അതുപോലെ തന്നെയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് എം സ്വരാജ് എന്ന് പറയുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ നിലമ്പൂരിൽ എം സ്വരാജ് നോക്കുമ്പോൾ നിലമ്പൂരിൽ അത്ര കണ്ട് ജനപ്രീതിയുള്ള ഒരാളെന്നും, ജനപ്രീതി എന്ന് വെച്ചാല് അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്നും അല്ലല്ലോ എം സ്വരാജ്. പക്ഷെ ആര്യാടൻ ഷൗക്കത്തിന് അതൊരു മുൻതൂക്കമല്ലേ? ആര്യാടൻ ആ മണ്ഡലത്തിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന കാലത്തൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ്. കാരണം അവിടെ ഇപ്പോ വി അൻവർ ഉൾപ്പെടെ എല്ലാവരും, കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്ന കവളപ്പാറ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് എവിടെയായിരുന്നു എം സ്വരാജ് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അന്ന് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വി അൻവറും ഒക്കെ അവിടെ വളരെ സജീവമായിരുന്നു. ആ സമയത്ത്
നമ്മുടെ എം സ്വരാജ് അവിടെ ഉണ്ടായിരുന്നില്ല. എം സ്വരാജിനെ സംബന്ധിച്ചിട്ട് എം സ്വരാജ് പലപ്പോഴും മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ചില, അല്ലെങ്കിൽ മുസ്ലിം അനുകൂലമെന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമാസിന് അനുകൂലമായിട്ടും പാലസ്തീന് അനുകൂലമായിട്ടും അങ്ങനെയൊക്കെയുള്ള ചില കുറിപ്പുകൾ എഴുതാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് എം സ്വരാജിനോടൊരു താല്പര്യം ഉണ്ടാകുമെന്ന് തോന്നിയേക്കാം. പക്ഷേ SDP സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ അങ്ങനെയുള്ള പല ഘടകങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. കാരണം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അവിടെ വർഗീയതയൊന്നും ഒരിക്കലും പറഞ്ഞ് വോട്ട് നേടാൻ സാധിക്കുന്ന ഒരു സ്ഥലമല്ല നിലമ്പൂർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രതിപക്ഷം പക്ഷെ പറയുന്നത് ഭരണപക്ഷത്തിന്റെ പോരായ്മകൾ ഉയർത്തിക്കാട്ടി ഭരണപക്ഷത്തിനോടുള്ള ആളുകളുടെ എതിർപ്പ് തന്നെയാകും വോട്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതാണ് ഞങ്ങൾ നിലമ്പൂർ പറയാൻ പോകുന്നതും എന്നാണ്. അല്ല, ഭരണപക്ഷ വിരുദ്ധത, അതായത് ഭരിക്കുന്ന സർക്കാരിനോടുള്ള ഒരു എതിർപ്പ്, ആ എതിർപ്പ് തീർച്ചയായിട്ടും അവിടെ ചർച്ച ചെയ്യപ്പെടും. കാരണം 4 മാസമായിട്ട് പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ അവിടെ ഉണ്ടാവും. കാരണം ഇപ്പോൾ സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്. സ്കൂൾ തുറക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അവിടെ പരിഗണിക്കപ്പെടും. തൊഴിലില്ലാത്ത അവസ്ഥകളുണ്ട്. കർഷക തൊഴിലാളികളായിട്ടുള്ള ആളുകൾ നേരിടുന്ന, അതായത് പറമ്പിലൊക്കെ പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ, പിന്നെ വിലക്കയറ്റം, അതോടൊപ്പം തന്നെ വൈദ്യുതി ചാർജിൻ്റെ വർധനവ്, ആക്രമണങ്ങൾ പെരുകുന്നത്, അഴിമതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഫോറസ്റ്റ് ഓഫീസർമാരുടെ നീചമായ ക്രൂരമായ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ അവിടെ ചർച്ചയ്ക്ക് വരും. ഇതൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഭരണപക്ഷത്തിന് എതിരായിട്ടുള്ളൊരു വികാരം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ആരോപണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, VV പ്രകാശിനെ കഴിഞ്ഞ തവണ പുറകിൽ നിന്ന് കാലുവാരി എന്നുള്ളതാണ്. അത് പലരും പരസ്യമായിട്ട് പറയുന്നുണ്ട്. അതുകൂടാണ്ട് ആര്യാടൻ ഷൗക്കത്തിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന മറ്റൊരു ആരോപണമാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. UDF സീറ്റ് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ LDF സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് ആര്യാടൻ ഷൗക്കത്ത് തയ്യാറായിരുന്നു എന്നുള്ളൊരു ആരോപണം PV അൻവർ ആണ് ആദ്യം ഉന്നയിച്ചതെങ്കിലും അതിനെ പിന്തുണച്ചുകൊണ്ട് MV ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതികൂല ഘടകങ്ങളും അനുകൂല ഘടകങ്ങളും ഒക്കെ അവിടെയുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പോകുമായിരുന്നെങ്കിൽ ഏറ്റെടുക്കാൻ അവർ തയ്യാറുമായിരുന്നല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിട്ട് ആര്യയുടെ ഷൗക്കത്തിനെ പോലുള്ള ഒരാൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അത് PV അൻവറിന് ബദലായിട്ട് അവിടെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. അതിപ്പോ നിൽക്കുന്നില്ല എന്നറിഞ്ഞതുകൊണ്ട് തിരിച്ച് ഓപ്പോസിറ്റ് പറഞ്ഞ ഒരു കാര്യം മാത്രമായിട്ടാണ് അത് അങ്ങനെ ആവാൻ തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും MV ഗോവിന്ദൻ മാസ്റ്ററെ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തങ്ങളുമായിട്ട് ചർച്ച നടത്തി എന്ന് അടിസ്ഥാനരഹിതമായിട്ട് പറയത്തില്ല. അങ്ങനെയല്ല, ചർച്ച നടത്തിയെങ്കിൽ പോലും ഇപ്പൊ അവരുടെ പാർട്ടിയിലോട്ട് ചേരാത്തത് കൊണ്ടാണ് ഇത് ഒരു ആരോപണമായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും. കാരണം അതിന് നമ്മൾ അതല്ല മനസ്സിലാക്കുക. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ LDF സ്ഥാനാർത്ഥിയാകാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ച നടത്തിയെങ്കിൽ അത് പാർട്ടി വിരുദ്ധമാണത്. പാർട്ടി വിരുദ്ധമാണ്. പക്ഷേ നിലപാടില്ലാത്ത സ്വന്തം പാർട്ടി നോക്കാതെ മറ്റൊരു പാർട്ടിയെ സമീപിക്കേണ്ടി വന്നു എന്ന് രാഷ്ട്രീയമാണ്. കാരണം പണ്ടത്തെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളൊന്നുമില്ല. രാഷ്ട്രീയമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വിജയം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ എന്താണോ വിജയം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ വിജയത്തിന് വേണ്ടിയിട്ട് ഇരു മുന്നണികളും എന്തും ചെയ്യും. അതിനകത്തൊന്നും ഒരു തർക്കം വേണ്ട. എല്ലാവരും വളരെ മതേതരത്വം പറയും, ഇതൊക്കെ പറയും. പക്ഷേ ഇവിടെ എല്ലാ ഘടകങ്ങളും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും അവർ പ്രയോജനപ്പെടുത്തും. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വിജയിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാവാം അപ്പുറത്തേക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ അതിനെ ശ്രമിച്ചിട്ടുണ്ടാവും. അതങ്ങനെയല്ല എന്നത്. കാരണം നമുക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വിശാലമായിട്ടൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ആശയങ്ങൾ, അതിൻ്റെ നിലപാടുകൾ, ഒരു സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വേണമെങ്കിൽ ഞാൻ മത്സരിക്കാം എന്ന് പറയുമ്പോഴുള്ള ഒരു നിലപാടിലെ വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യത്തെയാണ് അവിടെയുള്ള ആളുകൾ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ SDP സ്ഥാനാർത്ഥി അവിടെ പിടിക്കാൻ പോകുന്ന വോട്ടുകളുണ്ട്. പിന്നെ CPM കേഡർ വോട്ടുകൾ പൂർണ്ണമായിട്ടും M സ്വരാജിലേക്ക് പോകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ CPM നിന്ന് ചില വോട്ടുകൾ, ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, M സ്വരാജ് മുഹമ്മദ് റിയാസിന് ഭാവിയിൽ ഒരു വെല്ലുവിളിയായി തീരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട M സ്വരാജിനെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ വൻ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ M സ്വരാജ് മുഹമ്മദ് റിയാസിന് ഒരു വെല്ലുവിളിയായിട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ VD സതീശന് ഇടതുപാളയത്തിൽ നിന്നും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഈ നമ്മുടെ M സ്വരാജിനെ പരാജയപ്പെടുത്തിക്കൊള്ളാമെന്ന്. അങ്ങനെ ലഭിച്ചൊരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ PV അൻവർ ഇല്ല എങ്കിലും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്നുള്ള ഇത്രയൊരു
അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിന് കാരണം അതാണ് എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത്. നമ്മൾ പറയുന്നില്ല, പി വി അൻവർ ആരോപിക്കുന്നത്.